നെഞ്ചത്ത് കയറും. ഗുഡ് മോർണിംഗ്. ഞാൻ പറഞ്ഞായിരുന്നു ആരും കത്തിക്കാനില്ലേ? പൊതുവളെ കൊടുത്താൽ കത്താത്ത തീയുണ്ടോ? എനിക്ക് കത്തിക്കേണ്ട ഒരു സ്വന്തമായിട്ട് തിരിയും കൊണ്ട് വരണം. കൈമാറ്റണം. എല്ലാവരും വെച്ചേക്കണം. കരിന്തിരി ഷൂട്ട് കഴിഞ്ഞിട്ട് കാണണം. അറിയാം. ക്യാമറ എടുത്ത് പറഞ്ഞോളേ ക്ലേ പോറില്ലേ? शिविर क्या कह रही क्या?
എനിക്ക് താഴ്ത്തു ചേട്ടാ ഒന്ന് താഴ്ത്തി പിടി. പുതിയ സിനിമ, പുതിയ സംവിധായകൻ, അതാണ് ഏറ്റവും വലിയൊരു പുതുമയായിട്ട് പറയാനുള്ളത്. പുതിയ ആൾക്കാർ വരികയാണ്, പുതിയ സിനിമകളും പുതിയ ചിന്തകളും ഒക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു സിനിമ, പുതുമ എന്നതിനേക്കാളപ്പുറം ഒരു എൻ്റർടൈനർ സിനിമ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ പ്രവർത്തനം ഞങ്ങൾ കാണുന്നത്. ഷാഹി കബീറിൻ്റെ തിരക്കഥ മാർട്ടിൻ പക്കാട്ടും സിബി ചാവറയും കൂടി ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നെ ജിത്തു അഷ്റഫ് എന്ന പുതുമുഖ സംവിധായകൻ, പുതുമുഖമെന്ന് പറയാമെങ്കിലും അദ്ദേഹം ഒരുപാട് കാലമായിട്ട് ഒരുപാട് സിനിമകളുടെ കൂടെ ഒരുപാട് സംവിധായകരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ സ്വന്തം നാട്ടുകാരനാണ്, ആലപ്പുഴക്കാരനാണ്. അപ്പോൾ ഷാഹിയും ജിത്തുവും ഞാനും എന്ന് പറയുന്ന ആലപ്പുഴക്കാരുടെ കൂടെ ഒരു കൂട്ടായ്മ എന്നുള്ള രീതിയിൽ പറയാം. പക്ഷേ അതിനപ്പുറം നല്ല സിനിമകളെ സ്നേഹിക്കുന്ന, നല്ല സിനിമകൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതിന് സന്തോഷമുണ്ട്. ഒരു എൻ്റർടൈനർ എന്നുള്ള രീതിയിൽ തന്നെയാണ് കാണുന്നത്. കാരണം ആ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുമ്പോൾ ഏത് തരത്തിൽപ്പെട്ട ജോണറുകളും എൻ്റർടൈനിങ് ആയിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ടൊരു ശ്രമം ഏറ്റവും നല്ല രീതിയിൽ ഇപ്പോൾ മലയാള സിനിമയിൽ കണ്ടുവരുന്നുണ്ട്. കാരണം തിയേറ്ററിലേക്ക് ആൾക്കാർ വരുന്നു, നല്ല സിനിമകൾ ഇരുകയിൽ നീക്കി സ്വീകരിക്കുന്നു. അത് ഏത് തരത്തിലുള്ള ഏത് ജോണറിൽപ്പെട്ട സിനിമകളാണെങ്കിലും അത് അക്സെപ്റ്റബിൾ ആവുന്നു എന്നുള്ള ഒരു വലിയൊരു ആശ്വാസമാണ്. അത് മലയാളത്തിൽ മാത്രമല്ല, അന്യഭാഷകളിൽ പോകുമ്പോൾ പോലും ഒരു അക്സെപ്റ്റൻസ് കിട്ടുമ്പോൾ അത് ഏറ്റവും നല്ല രീതിയിൽ ക്വാളിറ്റി എൻ്റർടൈൻമെൻറ്റ് സിനിമ തിയേറ്ററുകളിൽ ആൾക്കാരെ രസിപ്പിക്കുന്ന രീതിയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ സിനിമകൾ സംഭവിക്കുന്നത്. അപ്പോൾ ആ ഗണത്തിൽപ്പെടാവുന്ന ഒരു സിനിമയായിട്ട് ഇത് മാറണം എന്നുള്ള ആഗ്രഹത്തിനാണ് സംഭവിക്കുന്നത്. ഇവിടെ പ്രിയാമണി ഒരു വളരെ ശക്തമായ കഥാപാത്രം ചെയ്യുന്നുണ്ട്. പിന്നെ മനോജ് കെയ്യു, പിന്നെ ഒരുപാട് പുതിയ ആൾക്കാർ ഈ സിനിമയിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ് ഫാക്ടർ ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പുതിയ ആൾക്കാർ വരുമ്പോൾ അവിടെ നിന്നും നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്, അതിനപ്പുറമുള്ള വളരെ എക്സൈറ്റിംഗ് ആയിട്ട് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. അത് അതേ രീതിയിൽ പ്രേക്ഷകർക്ക് കൊടുക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തുടക്കം തന്നെ പോലീസ് സ്റ്റേഷനിൽ സെറ്റൊക്കെ ഇട്ടിട്ടാണല്ലോ, അപ്പോൾ ഒരു ആക്ഷൻ ചിത്രം ഞങ്ങൾ വെറുതെ ഇതൊരു പോലീസ് കഥയെന്ന് നമുക്കൊരിക്കലും അങ്ങനെ ഔട്ട് ആൻഡ് ഔട്ട് പോലീസ് സ്റ്റോറി എന്ന് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷേ ആ ഒരു ഫാക്ടറുണ്ട്. അതിനപ്പുറം ഒരു ഇമോഷണലി കണക്റ്റ് ആവുന്ന വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു സിനിമയായിട്ടാണ് ഞങ്ങൾ ഇതിനെ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഷാഹി കബീർ എന്ന തിരക്കഥാകൃത്ത് വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു പോലീസ് കഥയുടെ ഒരു ഷെയ്ഡുണ്ടാവും. പക്ഷെ അതിനപ്പുറമായിട്ട് ഉള്ള ഒരു ജീവിതഗന്ധിയായ കാര്യങ്ങളുണ്ട്. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള, നമ്മൾ ഇതുവരെ കാണാത്ത അല്ലെങ്കിൽ ആ രീതിയിൽ നമുക്ക് കൊണ്ടുവരാനായിട്ടുള്ള കുറച്ച് ഒരു ഏരിയ ഉണ്ട് ഇതിൽ. അതാണ് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ചാക്കോച്ചൻ്റെ കഥാപാത്രം എന്താണ് ഇതിനകത്ത്? ഇതിലൊരു പോലീസ് ക്യാരക്ടറാണ് ചെയ്യുന്നത്, ഹരിശങ്കർ എന്ന് പറയുന്ന ഒരു കഥാപാത്രം. പക്ഷേ ത്രൂ ഔട്ട് ഒരു പോലീസ് ക്യാരക്ടറിനപ്പുറം ഞാൻ പറഞ്ഞു ഇയാളുടെ ഒരു ഇമോഷണൽ ട്രാവലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പോലീസിനപ്പുറമുള്ള ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിലുള്ള ഒരു ആസ്പെക്റ്റ് അതിലായിട്ട് കാണാനായിട്ട് സാധിക്കും. കൂടുതൽ കാര്യങ്ങൾ എനിക്ക് ഡൈവേർട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാൻ വളരെ ത്രില്ഡാണ്. കാരണം വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കുറച്ചുകൂടെ ഡെപ്തുള്ള, ഇതുവരെ അങ്ങനെ അറ്റംപ്റ്റ് ചെയ്യാത്ത തരത്തിലൊരു കഥാപാത്രമായിട്ട് മാറ്റാനുള്ള ശ്രമം തീർച്ചയായിട്ടും എൻ്റെ ഭാഗത്തുനിന്നും എൻ്റെ ക്രൂവിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവും. ഓക്കെ, താങ്ക് യു. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനകൾ വേണം. താങ്ക് യു വെരി മച്ച്. ഓക്കെ, ശരി. ഇവിടെ നിൽക്കണേ. ഇതൊന്നും